बर्हिषि ओम आत्मामर्ना അറിവിൻ കാണാവീഥികളിൽ കാഴ്ചയരുളിയ ജഗത്പ്രിയ കാണാവീഥികളിൽ കാഴ്ചയരുളിയ ജഗത്പ്രിയ ഒരു മന്ദസ്മിതം നിൻ ചുണ്ടിൽ വിരിഞ്ഞപ്പോൾ നന്മതൻ പൂനിലാവേറ്റ പോലെ ഒരു മന്ദസ്മിതം നിൻ ചുണ്ടിൽ വിരിഞ്ഞപ്പോൾ നന്മതൻ പൂനിലാവേറ്റ പോലെ പുണ്യാത്മനേ ശ്രീ മുരളീ കൃഷ്ണ ശരവണഭവമഠം പോറ്റുമീശ പുണ്യാത്മനേ ശ്രീ മുരളീ കൃഷ്ണ ശരവണഭവമഠം പോറ്റുമീശ. സദ്ഗുരു മുരളീകൃഷ്ണ സ്വാമിജി യാഗഭൂമിയിലേക്ക്. എല്ലാം അറിയുന്ന, എല്ലാം മുൻകൂട്ടി കണ്ട സ്വാമിക്ക് ഈ യാഗഭൂമിയുടെ ഗന്ധമറിയാം, സ്പന്ദനമറിയാം, ലയാങ്കപ്പെടുത്തി. എല്ലാവർക്കും അഷ്ടാധിഹാക്രിയകൾ എന്ന് പറയുന്ന ഇതേ തുടർന്നാണ് ഗണപതി ഹോമ പൂർണാഹുതി നടക്കുന്നത്. ബ്രഹ്മണസ്പത ആനശൃണ്വന്നോദിവിശ്ചേദദാദനം ഗ്ലാം ഗ്ലോം പ്രത്യക്ഷ മഹാഗണപതേ നമഃ. അശ്വഃ പ്രജാപതിസ്ഥത ത്രിഗുംസോദ്ദേവതാനാം യാവതീര്യേവ ദേവതാഃ. ഓം ഹാം ഭയായ നമഃ. നമഃ സകലഭുജാം മഹാലക്ഷ്മീം ഗജയുഗ്മസുബോധിതാം പത്മപത്രാഭണേനാം വരാഭയകരോജ്വലാവിതാം ലക്ഷ്മീർനിഹിതാധിമാതി ഓമൈത്രീമേ ഘോഷരോമിന്യേ നമോ നമഃ. വാച്യ ആവാഹനസ്ഥാപനനിരാടന ദിഗ്വന്ദന. ശിവാഗ്നിയിൽ സുബ്രഹ്മണ്യസ്വാമിയെ പരാശക്തിയായ വേലായുധമായി ആവാഹിച്ചാണ് ഇറങ്ങിച്ചെല്ലുന്നു. ഭക്തർക്ക് ആവേശമായും അനുഗ്രഹമായും തൊഴുകൈകളോടെ സ്വാമിജി എത്തുന്നു. ഓരോ നിമിഷവും നിങ്ങൾ ഈശ്വരാംശമാണ്, നീയാണ് ഈശ്വരൻ, നിന്റെ ഉള്ളിലേക്ക് നോക്കൂ. സർവ്വദേവതകൾക്കും കോടാനുകോടി പ്രണാമം. ഇങ്ങനെയൊരു സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഇന്ന് സംഗമിക്കുവാനുള്ള ഭാഗ്യമൊരുക്കി തന്ന ജഗതീശ്വരന്റെ പാദത്തിൽ കോടാനുകോടി പ്രണാമം. നമ്മളെല്ലാം എന്താണോ മനസ്സിൽ സങ്കല്പിക്കുന്നത് അത് ജയിക്കണം. ആ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമത്തിൽ നമുക്കിതാ ഇങ്ങനെയുള്ളൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് താങ്ങാൻ കഴിയാത്തതായ പ്രയാസങ്ങൾ വരുമ്പോൾ അത് ആരോടെങ്കിലും നമ്മൾ അർപ്പിക്കണമല്ലോ, നമ്മളത് പറയണം. അപ്പോഴാണ് അതിന് പരിഹാരം കാണുന്നത്. അപ്പൊ നമ്മൾ പറയാൻ സങ്കല്പിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരനെ ആനന്ദിപ്പിക്കുന്നതായ വേദിയാണ് ഇവിടെ. അതാണ് യജ്ഞശാല, യാഗശാല. ദേവതയെ പ്രീതിപ്പെടുത്തുക. എന്താണോ പ്രയാസത്തിന് കാരണം, ആ പ്രയാസങ്ങളുടെ കാരണത്തെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു, ഈശ്വരനെ പൂജിക്കുന്നു, ഈശ്വരനെ സേവിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രയാസത്തിന് സമാധാനം കണ്ടെത്തുന്നു. അപ്പൊ നമ്മൾ സദാസമയം ഈശ്വരനെ സേവിച്ചാൽ നമ്മൾ ആരാണ്? നമ്മൾ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം നമ്മൾ ഈശ്വരൻ തന്നെയാണ്. നമ്മളും ഈശ്വരനും നമ്മൾ വ്യത്യാസമില്ല. ഈശ്വരന്റെ പാത വിട്ട് മറ്റൊരു പാതയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ഈശ്വരനല്ലാതെ മാറുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നല്ലത്. നല്ലത് എവിടെയാണോ പ്രസാദിക്കുന്നത് അവിടെ നമ്മൾ എത്തണം. അവിടെ എന്താണോ നമുക്ക് നന്മകൾക്ക് വേണ്ടി തരുന്നത് അത് നമ്മൾ സ്വീകരിക്കണം.
അത് നമ്മൾ സംരക്ഷിക്കണം, അത് നമ്മൾ ഭദ്രമായി സൂക്ഷിക്കണം. എന്തൊക്കെയാണോ ഈശ്വരൻ സമാധാനത്തിനെ സങ്കല്പിച്ച് തരുന്നത് അത് നമ്മൾ സംരക്ഷിക്കണം. എല്ലാം സ്ഥല കാല വൈഭവങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം. ധാരാളം വൈഭവങ്ങൾ വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ, സ്ഥലം വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ, കാലം വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ. അപ്പൊ ഈ സ്ഥലം, കാലം, വൈഭവം എന്ന് പറഞ്ഞാൽ പല വൈഭവങ്ങളും നമുക്ക് ആവശ്യമാണ്. കയ്യിൽ കെട്ടാൻ വാച്ച് വേണം, കാലിലിടാൻ ചെരുപ്പ് വേണം, ദേഹത്തിലണിയാൻ വസ്ത്രം വേണം, ഭക്ഷണം വേണം, പലതും ആവശ്യമുണ്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈശ്വരൻ തരുന്നു, നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ സമാധാനത്തിൽ വന്ന് പ്രദക്ഷിണം ചെയ്ത്, യാഗശാലയെ പ്രദക്ഷിണം ചെയ്ത് സുബ്രഹ്മണ്യസ്വാമി, വള്ളിദേവയാനി, മുരുകൻ എന്നീ സമേത ഭാവത്തിലുള്ളതായ സങ്കല്പങ്ങളാണ് ആ പീഠത്തിൽ വെച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? സമാധാനം തരണേ. സമാധാനത്തിന് എന്തൊക്കെയാണ് വേണ്ടത് അത് ഈശ്വരനറിയാം. സമാധാനം തരണേ, ഐശ്വര്യം തരണേ, ഐക്യം തരണേ. ഐക്യം വേണ്ടേ നമുക്ക്? നമ്മുടെ മക്കളൊക്കെ ഐക്യത്തിൽ ജീവിക്കണ്ടേ? അതല്ലേ അമ്മമാര് പ്രാർത്ഥിക്കുന്നത്. നമ്മളും ഒരു അമ്മയായിട്ട് ഇവിടെ പ്രാർത്ഥിക്കൂ. എല്ലാവരും ഒന്നാവണേ, ആരും ഛിന്ന ഭിന്നമായി പോകരുതേ, എല്ലാവർക്കും സമാധാനമുണ്ടാവണേ. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കാനുള്ള ശുദ്ധമായ അന്തരീക്ഷം, സമാധാനമായ സ്ഥലം. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്യം ഉണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവൂ. ശാന്തമായ അന്തരീക്ഷം, ഐക്യം ഉണ്ടെങ്കിലല്ലേ അതുണ്ടാവൂ. അപ്പൊ നമ്മളൊക്കെ ഐക്യത്തിലായിരിക്കണം ജീവിക്കുന്നത്. നമ്മളൊക്കെ സമാധാനത്തോടു കൂടിയുള്ളവരായിരിക്കണം, നമ്മൾ ഐശ്വര്യത്തോടു കൂടിയുള്ളവരായിരിക്കണം. എവിടെയാണോ ശാന്തമായ അന്തരീക്ഷം അവിടെ ഐശ്വര്യം വളരും. ശാന്തമായ അന്തരീക്ഷം ഈശ്വരന്റെ വാസസ്ഥലമാണ്. അപ്പൊ ഈശ്വരന്റെ വാസസ്ഥലം സമാധാനം വസിക്കും. ആ സമാധാനത്തിൽ ഐശ്വര്യം വളരും. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എവിടേക്കാണോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അവിടേക്ക് സമാധാനം നൽകണേ ഈശ്വര. ഇങ്ങനെയുള്ള വേദികളിലൊക്കെ നമ്മൾ വന്ന് പങ്കുകൊള്ളുന്നത് തന്നെ ഇങ്ങനെയുള്ളതായ കർമ്മങ്ങളിൽ പൂർവ്വജന്മങ്ങളിൽ പങ്കെടുത്തതായ ബന്ധം നമുക്കുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മളൊക്കെ പൂർവ്വജന്മത്തിൽ തന്നെ യാഗങ്ങളിലും യജ്ഞങ്ങളിലൊക്കെ പങ്കുകൊണ്ടിട്ടുണ്ട്. നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോ നമ്മളെല്ലാവരും യജ്ഞാചാര്യന്മാരാകുന്നു, ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ നടത്താൻ പ്രാപ്തിയുള്ളവരാകുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സംഗീതത്തിൽ വന്ന് പ്രാപിച്ച് ഇതൊക്കെ ലയിച്ചിരിക്കാൻ പറ്റുന്നത്. ആചാര്യസ്വാമികൾ വരെ അത്ഭുതപ്പെട്ടു. നമ്മൾ ഇത്രയും സമയം ക്ഷമയോടുകൂടി ഇരുന്ന് ഇത്രയും ഒരു മഹായജ്ഞം പൂർണ്ണാഹുതി നടക്കുന്നവരെ ഇളകാതെ ഒരേ സ്ഥലത്ത് ഇരുന്നല്ലോ. അത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയൊന്നും എവിടെ പോയാലും കാണാറില്ല അത്ര. കാരണം എല്ലാവരും ദക്ഷിണ കൊടുത്തിട്ട് ഓടുക അത്ര ചെയ്യാറ്. ഇവിടെ നമ്മൾ അതല്ല ചെയ്തത്. ഇവിടെ വന്നിട്ട് ഈ യാഗത്തിന്റെ പൂർണ്ണാഹൂതി നടക്കുന്നത് വരെയും സംഗമിച്ച് പ്രസാദം സ്വീകരിക്കാൻ വേണ്ടി സമാധാനപരമായിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നു. വികൃതമായ അനുഭവങ്ങൾ വരാൻ കാരണം അന്തരീക്ഷത്തിൽ അശുദ്ധിയുള്ളത് കൊണ്ടാണ്. ആ അശുദ്ധിയെ പരിഹരിക്കാനാണ് യാഗങ്ങളും ഹോമങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്തുന്നത്, വേദപാരായണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ആ വേദപാരായണങ്ങൾ നമ്മളൊക്കെ ശ്രവിക്കണം. നമ്മുടെ എല്ലാവരുടെയും വാസസ്ഥലം ആനന്ദകരമായി ഭവിക്കട്ടെ. നമ്മൾ എപ്പോ എവിടെയൊക്കെ താമസിക്കുന്നു അറിയുന്നില്ലല്ലോ. അപ്പൊ എല്ലായിടവും സമാധാനം ഉണ്ടാവട്ടെ അല്ലെ? നമ്മളൊക്കെ പ്രാർത്ഥിക്കും വീട്ടിൽ സമാധാനം ഉണ്ടാവണേന്ന്. നമ്മളെപ്പോഴും വീട്ടിലാണോ ഉള്ളത്? അല്ല, പുറത്തു പോകാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ സമാധാനം വേണ്ടേ? നമ്മൾ സഞ്ചരിക്കുന്ന സർവ്വലോകങ്ങളിലും സമാധാനം ഉണ്ടാവണം. നമ്മളോട് ബന്ധപ്പെട്ടവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വലോകങ്ങളിലും സമാധാനം ഉണ്ടാവണം. ഓം ശരവണഭവ, ഓം ശരവണഭവ. സന്നിധിയിൽ സംഗമിച്ച സർവ്വദേവതകൾക്കും കോടാനുകോടി പ്രണാമം. ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആരാധനയോടുകൂടി ഈ ആചാര്യ ദേവതകൾക്കെല്ലാം കോടാനുകോടി പ്രണാമം. സംഗമിച്ച സർവ്വമക്കൾക്കും കോടാനുകോടി പ്രണാമം. ഓം ശരവണഭവ.